വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള 2 അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ സൂചനയാണ് കേട്ടോ. ഒരിക്കലും പ്രിമെൻസ്ട്രൽ സിംറ്റംസിന്റെ കാറ്റഗറിയിൽ പെടുന്നതല്ല ഈ 2 ലക്ഷണങ്ങളും. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രം ഉണ്ടാകുന്നവയാണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വജൈനൽ പോർഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടോപ്പിക്സിനെ പറ്റി വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ഞരമ്പന്മാര് വീഡിയോയ്ക്ക് കമന്റ് ഇടാനായിട്ട് ചാൻസ് ഉണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട്, വജൈന, സെക്സ് ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴാണ് അത് കമന്റ് ചെയ്യുന്നവരെ പറ്റിയിട്ടും വീഡിയോ ചെയ്യുന്ന എന്നെ പറ്റിയും ഭയങ്കര വൾഗർ ആയിട്ടുള്ള രീതിക്ക് സംസാരിച്ചുകൊണ്ടുള്ള കമന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള കമന്റ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ സാരാംശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അത് മുഴുവനായിട്ട് വായിക്കാതെ ആ കമന്റ് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ദിവസങ്ങൾ നമ്മളെ ഒന്ന് സങ്കടപ്പെടുത്താൻ പാകത്തിന് പവർ ഉള്ളതാണ് കേട്ടോ ആ കമന്റ്സ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും വജൈനൽ പോർഷനിൽ ഉണ്ടാകുന്ന ഒരു സ്വെല്ലിംഗ് എഫക്റ്റിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വൾവ പോർഷൻ കുറച്ചൊന്ന് സ്വെല്ലിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. അതായത് ഒരു വീക്കം അവിടെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വജൈനയുടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ, ഓപ്പണിങ്ങിന് തൊട്ട് മുകളിലായിട്ട് എന്താ പറയുക, ഒരു എ പോലുള്ള ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ഫെദർ പോലുള്ള ഷേപ്പിലോ ഇരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ലാബിയ എന്ന് പറയുന്നത്. എനിക്കിവിടെ ഇമേജ് കൊടുക്കാനായിട്ട് പറ്റില്ല, കോപ്പിറൈറ്റ് കിട്ടും. അതല്ലെങ്കിൽ അതുപോലത്തെ കണ്ടന്റ്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ യൂട്യൂബിൽ അധികം ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇമേജ് കൊടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ലാബിയ എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് വിസിബിൾ ആയിട്ടുണ്ടാകും. ഈ പോർഷൻ നിങ്ങൾക്ക് ഭയങ്കര വിസ്താരം അനുഭവപ്പെടും. നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് ആ പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിരിക്കും. കാരണം നോർമൽ ഡെലിവറി ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ ഭാഗത്തോട്ട് ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരുടെയൊക്കെ ആ ഒരു പോർഷൻ ഭയങ്കര തിന്നായിരിക്കും. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ലാബിയയുടെ പോർഷൻ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. നമുക്ക് ചെറിയതായിട്ടൊരു വീക്കം അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ അതിന്റെ സൈസ് ഒന്ന് എൻലാർജ് ആവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ലാബിയ ഇന്നർ പോർഷനും ഔട്ടർ പോർഷനും ഉണ്ട്. ഇതിൽ ഔട്ടർ പോർഷനിലായിരിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴുണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മൂലമാണ് നിങ്ങൾക്ക് ആ ഒരു ലാബിയ പോർഷൻ കുറച്ചൊന്ന് എൻലാർജ് ആവുന്നത് പോലെ അനുഭവപ്പെടുന്നത് കേട്ടോ. ഓൾറെഡി ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞൊരു സ്ത്രീക്ക് ചിലപ്പോൾ ആ ഒരു വ്യത്യാസം അങ്ങോട്ട് ഒരുപാട് വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഏറ്റവും ആദ്യം പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഈ ഒരു വ്യത്യാസം എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്കിൻ ഉണ്ടാവുമല്ലോ, ഇതിനകത്തുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രീം കളറിലുള്ള ടെക്സ്ചറിലോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിലുണ്ടാകുന്ന ടെക്സ്ചറിലോ ഉണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു സ്കിന്ന് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിഞ്ഞ് ഭയങ്കര ഒരു പിങ്കിഷ് ആയിട്ടുള്ള കളറിലോട്ടോ അല്ലെങ്കിൽ പർപ്പിൾ കൂടുതലായിട്ടുള്ള ഒരു ഷെയ്ഡിലോട്ടോ മാറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വിസിബിൾ ആകുന്ന തരത്തിലുള്ളവയാണ്. ഇതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, ഒരു കണ്ണാടി നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പാകത്തിലുള്ള ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യത്യാസം എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ ചമ്രം പൊടിഞ്ഞിരുന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നേരിട്ട് ഡയറക്റ്റ് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. ഇത്തരം ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഈ ഒരു വേദന അല്ലെങ്കിൽ ഒരു വീക്കം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സ്കിന്നിൽ മൊത്തം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ജെനിറ്റൽ പാർട്സിൽ മൊത്തം ആ ഒരു വിങ്ങല്, വീക്കം അല്ലെങ്കിൽ ഒന്ന് ഭയങ്കര ഒരു പ്രഷറിൽ ഒരു എഫക്റ്റ് നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ആണ്. അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് മറ്റുള്ള ബാക്ടീരിയസ് ഒന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വജൈന പ്രിപ്പയർ ആവുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ലക്ഷണമാണ് നമുക്ക് വജൈനയിൽ ഉണ്ടാവുന്ന ഡിസ്ചാർജ്. ഈ ഒരു അസ്വസ്ഥത നമുക്ക് നോർമൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ ഡിസ്ചാർജ് മാത്രമേ പോവുകയുള്ളൂ. പക്ഷേ മറ്റു ചില സ്ത്രീകൾക്ക് ചെറുതായിട്ടുള്ള ഒരു ചൊറിച്ചിൽ, ഒരുപാട് മൈൽഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, ചെറിയൊരു ചൊറിച്ചിലോ ചെറിയൊരു ബേണിംഗ് സെൻസേഷനോ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേർക്ക് വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ നമുക്കുണ്ടാവുന്നതാണ് ഇത്തരത്തിലുണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജുകൾ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആ ഒരു പോർഷനിൽ ആ വജൈനൽ വോള് ഭയങ്കരമായിട്ട് തിക്കൺ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. മറ്റുള്ള അണുക്കളെല്ലാം ശരീരത്തിൽ പ്രവേശിക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വോള് തിക്കൺ ആവുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എക്സസ് ആയിട്ട് വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെർവിക്സ് ക്ലോസ്ഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ ഇൻക്രീസ് ആവുന്ന ഹോർമോൺസ് ആണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ഹോർമോൺസ് ശരീരത്തിൽ ഇൻക്രീസ് ആവുന്നു.
ആവുന്നുണ്ട്. ഇപ്പോൾ പ്രൊജസ്ട്രോൺ ആണെങ്കിലും ഈസ്ട്രോജൻ ആണെങ്കിലും HCG ആണെങ്കിലും ഇങ്ങനെ പല ഹോർമോൺസ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകാറുണ്ട്. ഇതിന്റെയൊക്കെ ആ ഒരു എക്സസ് ആയിട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തൊരു ഫാക്ടറാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും വജൈനൽ പോർഷനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് ആ ഒരു എംബ്രിയോയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുതൽ നമ്മുടെ ശരീരം പ്രിപ്പയർ ആകണമെങ്കിൽ വജൈന നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ആ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര എക്സസ് ആയിട്ട് വജൈനൽ പോർഷനിലോട്ട് കൂടുന്നത്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 3 വ്യത്യാസങ്ങളും ഇതിൽ ഏറ്റവും 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്ക് ലാബിയ പോർഷനിൽ ഉണ്ടാകുന്ന സൈസ് എൻലാർജ് ആവുന്നത്, അതുപോലെ നമുക്ക് വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നത്. പല സ്ത്രീകൾക്കും അവരുടെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഈ 2 വ്യത്യാസങ്ങളും. ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവുമ്പോഴേക്കും നമുക്ക് നോർമൽ പീരിയഡ്സ് ആകുന്ന സമയത്ത് ഡിസ്ചാർജ് ഉള്ള ആളുകൾക്ക് ഈ ഡിസ്ചാർജിന്റെ അളവ് വളരെയധികം കൂടുതലാണെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള വജൈനൽ ഡിസ്ചാർജ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സമയത്ത് ഡിസ്ചാർജുകൾ ഒന്നും തന്നെ ഇല്ലാതെ വജൈനൽ പോർഷൻ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ സൈസ് ലാബിയുടെ സൈസ് ഇൻക്രീസ് ആവുന്നതോ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് ഇതുപോലെ ഡ്രൈനെസ് ഫീൽ ചെയ്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആവുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ ഡ്രൈനെസ് ഉണ്ട് അല്ലെങ്കിൽ വജൈനൽ കൂടുതൽ വെറ്റല്ല, അങ്ങനെയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളിൽ എത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് വജൈനയിൽ ഉണ്ടാവുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 മാറ്റങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഒരു സമയത്ത് യാതൊരു തരത്തിലുള്ള ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരുണ്ട്. അതുകൊണ്ട് ഇന്ന ലക്ഷണം കണ്ടില്ലെങ്കിലോ ഇന്ന ലക്ഷണം കൂടുതലായിട്ട് കണ്ടാലോ നിങ്ങൾ ഓവറായിട്ട് എക്സൈറ്റഡ് ആവാതെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ കുടിക്കുക. 3 ലിറ്റർ വെള്ളമെങ്കിലും ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാൾ ദിവസേന കുടിക്കുന്നത് നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നല്ലതുപോലെ നടക്കുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റ് ബ്ലീഡിംഗ് വന്നതിന് ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ദിവസം എക്സാക്റ്റ് ആയിട്ട് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യുക. പ്രീവിയസ് മന്ത്സിനെ അപേക്ഷിച്ച് വളരെയധികം ബ്ലീഡിംഗ് കുറവാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.